സംഘർഷാവസ്ഥ ഒഴിവായതും യുദ്ധഭീതി ഒഴിഞ്ഞതും വലിയൊരു മാറ്റം വിപണിയിൽ ഉണ്ടാക്കും. ഇന്നെന്തായാലും നല്ലൊരു നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണിയിൽ വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിൽപ്പന സമ്മർദ്ദവും പ്രകടമായിരുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ ദിവസങ്ങളിലെല്ലാം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വിപണിയുടെ ഒരു താഴ്ന്ന അവസ്ഥയിൽ നിക്ഷേപിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി എന്നത് മാത്രമാണ് ഒരു വലിയൊരു പ്രത്യേകത. എന്തായാലും വരും ദിവസങ്ങളിലും വിപണിയിൽ നിക്ഷേപ താല്പര്യം ഉണ്ടായേക്കുമെന്നും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ നിക്ഷേപം പുരോഗമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സ്വാധീനം വിപണിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. 24,000 എന്നുള്ള നിലവാരമായിരിക്കും മുൻനിര സൂചിയായി നിഫ്റ്റിക്ക് അടിസ്ഥാന നിലവാരമായി പ്രവർത്തിക്കുക. 24,800 ആയിരിക്കും വിപണിയുടെ ഒരു പ്രതിരോധ നിലവാരവും. ആ 24,800 മറികടന്ന് വ്യാപാരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുള്ളൂ. ആഗോള സാഹചര്യങ്ങൾ തികച്ചും തൃപ്തികരം തന്നെയാണ്. മാത്രമല്ല ചെറുകിട നിക്ഷേപകർ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് നിക്ഷേപ താല്പര്യം തുടരാനുള്ള ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വിപണിയെ മുന്നോട്ട് നയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു ആശങ്കയുമില്ല. ആഭ്യന്തര തലത്തിൽ ഒട്ടേറെ ഘടകങ്ങൾ വിപണിയെ സ്വാധീനിക്കാറുണ്ട്. കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പണപ്പെരുപ്പ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വരാനിരിക്കുന്നു. ഈ രണ്ട് ഘടകങ്ങളും ഈ ഒരാഴ്ചയിൽ വിപണിയെ സ്വാധീനിച്ചേക്കാവുന്ന ഘടകങ്ങളാണ്. എന്തായാലും ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക.